അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. എല്ലാവർക്കും സുഖവും സമാധാനവും സന്തോഷവും പ്രദാനം ചെയ്യുമാറാവണേ തമ്പുരാനെ. ഞങ്ങളുടെ ആഗ്രഹങ്ങളെല്ലാം നിറവേറ്റി മനസ്സമാധാനത്തോടു കൂടി ജീവിക്കാൻ അള്ളാഹുവേ നീ തൗഫീക്ക് ചെയ്യണേ നാഥ. അള്ളാഹുവേ നീ ഞങ്ങൾക്ക് മരണം വരെ എഴുന്നേറ്റ് നടക്കാനും നിനക്ക് വേണ്ടി സുജൂദ് ചെയ്യാനുള്ള ആവതും ആരോഗ്യ ആഫിയത്തും നീ പ്രദാനം ചെയ്യണേ തമ്പുരാനെ. അള്ളാഹുവേ ഞങ്ങൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തികളും നീ ഹൈറും ബർക്കത്തും തരണേ റബ്ബേ. നീ ഞങ്ങളെ ഹലാലായ മാർഗത്തിൽ ജീവിക്കാൻ അള്ളാഹുവേ നീ തൗഫീക്ക് ചെയ്യണേ റബ്ബേ. അള്ളാഹുവേ നല്ലവരുടെ ഇടയിൽ നല്ല സമാധാനത്തോടെ ജീവിക്കാൻ അള്ളാഹുവേ നീ തൗഫീക്ക് ചെയ്യണേ തമ്പുരാനെ. അള്ളാഹ് ഞങ്ങളുടെ ആഗ്രഹങ്ങൾ നീ നിറവേറ്റി തരണേ അള്ളാഹ്. അപ്പോൾ ഞാനൊരു വീഡിയോ ഇടാനായിട്ട് തീരുമാനിച്ചേക്കാം. വീഡിയോ എന്ന് പറഞ്ഞാൽ ഒത്തിരി വലിപ്പമുള്ള വീഡിയോ ഒന്നുമല്ല കേട്ടോ. ഒരു സ്മൂത്തിയുടെ റെസിപ്പി. ഞാനൊരു സ്മൂത്തി ഉണ്ടാക്കി. അപ്പോൾ ഞാൻ വെയിറ്റ് കുറയ്ക്കണമെന്ന് ആഗ്രഹിച്ച് ഒരു സ്മൂത്തി ഉണ്ടാക്കിയത് കേട്ടോ. അപ്പോൾ ഞാൻ വെയിറ്റ് കുറക്കാൻ തീരുമാനിച്ചേക്കുവാണ് കേട്ടോ. എങ്ങനെയെങ്കിലും ഒരു മാസത്തിൻ്റെ ഉള്ളിൽ ഒരു 10 കിലോയെങ്കിലും കുറയ്ക്കണമെന്നുള്ളൊരാഗ്രഹത്തിലാണ്. അപ്പോൾ ഞാനിപ്പോൾ ഒരു 10 ദിവസമായിട്ടുണ്ട്. എനിക്കൊരു 3 കിലോ കുറഞ്ഞൊരവസ്ഥയിലേക്കാണ് ഞാൻ വന്നേക്കണത്. കാരണം ഞാൻ ഒത്തിരി അങ്ങ് വാരി വലിച്ച് തിന്നണ കൂട്ടത്തിലൊന്നും അല്ല. എങ്കിലും ഞാൻ ചായ ഒരുപാട് കുടിക്കുമായിരുന്നു. അപ്പോൾ ചായയിൽ ഒത്തിരി പഞ്ചസാര ഇടും. അങ്ങനെ പഞ്ചസാരയാണ് വില്ലൻ എന്ന് എനിക്ക് തോന്നൽ കിട്ടി. അപ്പം ഞാൻ അതൊന്നും ഒഴിവാക്കാമെന്ന് ഓർത്ത്. പക്ഷേ ചായ കൂടി നിർത്താൻ വല്ലാത്തൊരു ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ ആദ്യം എഴുന്നേൽക്കുമ്പോൾ തന്നെ ഞാൻ ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചിട്ട് എപ്പോഴും ചായ കുടിക്കുമായിരുന്നു. ഇപ്പം ഞാനത് നിർത്തി. ഇപ്പം ഞാൻ കുടിക്കുന്നത് ആദ്യം തന്നെ ഒരു ചെറിയൊരു 10 ഗ്രാമോളം ഇഞ്ചിയുടെ ഒരു കഷ്ണം എടുത്ത് നല്ലപോലെ ചതച്ചിട്ട് ഒരു 1.5 കപ്പ് വെള്ളം, അതായത് 1.5 കപ്പ് വെള്ളം എന്ന് പറഞ്ഞാൽ 250 മില്ലി ഉണ്ടാവും കേട്ടോ. ആ വെള്ളത്തിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ജീരകം ഉണ്ടല്ലോ, ചെറിയ ജീരകം കൂടി ഇട്ട് നല്ലതുപോലെ വെട്ടി തിളപ്പിച്ച് അരിച്ചെടുത്തിട്ട് അത് ചെറു ചൂടോടെ കുടിക്കും. അതാണ് ഇപ്പോൾ രാവിലെ ഞാൻ കുടിക്കുന്നത്. അങ്ങനെ ഞാനിപ്പോൾ ഒരു 10 ദിവസം കുടിച്ചപ്പോൾ എനിക്ക് വെയിറ്റിന് നല്ലൊരു മാറ്റം കിട്ടി കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഫുഡൊന്നും കഴിക്കാറില്ല. ഞാൻ ചായ കുടിക്കുമായിരുന്നു. ഒരുപാട് ചായ കുടിക്കും. അങ്ങനെ ഞാൻ ചായ കുടിക്കുന്നത് പരിപാടിയായിരുന്നു എൻ്റെ. ഇപ്പം ഞാനത് നിർത്തിയിട്ട് ഫുഡ് കഴിക്കണതിന് പകരം, രാവിലത്തെ ഫുഡിന് പകരം ഞാനൊരു സ്മൂത്തിയാണ് കേട്ടോ ഉണ്ടാക്കാൻ പോണത്. ആ സ്മൂത്തി എന്ന് പറഞ്ഞാൽ നമ്മുടെ വിശപ്പ് മാറാവുന്നൊരു സ്മൂത്തിയാണ്. വിശപ്പൊക്കെ മാറും. നല്ലൊരു എനർജി ബൂസ്റ്ററാണത്. അപ്പോൾ എനർജി കിട്ടുകയും ചെയ്യും, വിശപ്പും മാറും. അപ്പം നമുക്ക് വിശപ്പ് മാറാനായിട്ട് അത് എന്താ എടുത്തേക്കുന്നതെന്ന് റാഗി, നിങ്ങൾക്കറിയാമോ റാഗി എന്ന് പറഞ്ഞാൽ പുല്ലെന്നൊക്കെ ചില ആളുകൾ പറയും. റാഗി അത് നല്ലോണം പൊടിച്ചൊരു പാത്രത്തിലാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ 2 ടേബിൾ സ്പൂണ് വേണ്ട, 1 ടേബിൾ സ്പൂൺ മതി. 1 ടേബിൾ സ്പൂൺ എടുത്തിട്ട് വെള്ളമൊഴിച്ച് അത് സ്റ്റെറാക്കുക. അതായത് ഒരു കുറുക്ക് രൂപത്തിലേക്ക് ആക്കിയതിന് ശേഷം നല്ലോണം ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം വേണം അതിലേക്ക് കുറച്ചും കൂടി വെള്ളമൊഴിച്ച് നല്ലോണം അടുപ്പത്ത് വെച്ച് വേവിച്ചെടുക്കണം. ആ വേവിച്ചെടുത്തതിലേക്ക് അത് നല്ലപോലെ ചൂടാറി വരുമ്പോഴത്തേക്കും അതിനകത്തേക്ക് നമുക്ക് ഒരു റോബസ്റ്റ പഴം കൂടി ആഡ് ചെയ്യുക, നല്ല തിക്നെസ് കിട്ടാനായിട്ട്. അപ്പോൾ നമുക്ക് വിശപ്പ് മാറും. അല്ല നമുക്ക് തിക്നെസ് വേണ്ട, വെറുതെ അങ്ങ് കുടിച്ചാൽ മതിയെങ്കിൽ റോബസ്റ്റ പഴം ചേർക്കേണ്ട. ഒരു 1/2 ടീസ്പൂൺ ശർക്കര ചേർത്താൽ മതിയിട്ട്. മധുരം വേണമെങ്കിൽ മധുരം ഇടാതെ കുടിക്കുന്നതാണ് ഏറ്റവും നല്ലത്. പക്ഷേ ഇത് റോബസ്റ്റ പഴം ഇടുവാണെങ്കിൽ നമുക്ക് മധുരം ഒട്ടും ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ അതിനകത്തേക്ക് ഏലക്ക നല്ലതുപോലെ അതിൻ്റെ ഉള്ളിലെ കുരു മാത്രം എടുത്തിട്ട് അത് അതിനകത്തേക്ക് ഇട്ട് നല്ലതുപോലെ അടിക്കാം. അങ്ങനെ അടിക്കുമ്പോൾ നമ്മൾ ചേർക്കേണ്ടത് കൊഴുപ്പില്ലാത്ത പാല്, അതായത് ആൽമണ്ട് മിൽക്ക് ആയാലും കുഴപ്പമില്ല. ഞാൻ ചേർക്കുന്നത് ഗുഡ് ലൈഫ് എന്ന് പറഞ്ഞ പാലാണ്. അതൊരു കപ്പ് ചേർത്തിട്ട് നമ്മുടെ എത്ര നമുക്ക് അളവ് കുടിക്കണമെന്ന് തോന്നുമോ അത്രയും നമുക്ക് ആ പാലെടുക്കുക, അതിലേക്ക് ഒഴിച്ചിട്ട് നല്ല സ്മൂത്തി ആയിട്ട് അടിക്കുക. എന്നിട്ട് റോബസ്റ്റ പഴം ഇടുക. എന്നിട്ട് നമുക്ക് നട്ട്സുകൾ വല്ലതൊക്കെ ഉണ്ടെങ്കിൽ നല്ലോണം തരിതരിപ്പായി പൊടിച്ചൊരു ബോട്ടിലാക്കി വെച്ചാൽ മതി കേട്ടോ. 2-3 സൈസ് മതി. അണ്ടിപ്പരിപ്പും മറ്റേ ബദാം, പിന്നെ പിസ്ത, ഇത്തരം 3 സാധനങ്ങൾ നമുക്ക് പൊടിച്ച് ഒരു ചെറിയ ബോട്ടിലകത്തേക്ക് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. നമുക്കിത് കുടിക്കാൻ നേരത്തെ അതിൻ്റെ മുകളിൽ കുറച്ചിട്ടിട്ട് 1 ഗ്ലാസ് അത് കുടിച്ച് കഴിഞ്ഞാൽ നമുക്ക് രാവിലത്തെ ഫുഡ് ഓക്കെ ആയി. അത് കഴിഞ്ഞ് ഉച്ചയ്ക്ക് ഞാൻ 1 കപ്പ് ചോറും അതിനകത്ത് ചുറ്റും കുറച്ച് പച്ചക്കറികൾ, എല്ലാ പച്ചക്കറിയും കുറച്ച് കൂടുതലെടുക്കും കേട്ടോ. പച്ചക്കറിയുടെ ക്വാണ്ടിറ്റി കൂട്ടി ചോറ് കുറച്ചു. അങ്ങനെയാണ് ഞാൻ ഈ 10 ദിവസം കൊണ്ട് ഇപ്പോൾ ഒരു 3 കിലോ ഞാൻ കുറച്ചിട്ടുണ്ട്. അങ്ങനെ എന്നെ ഫോളോ ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവർ ഇത് ചെയ്യുക കേട്ടോ. ഇത് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഓരോ ദിവസം ഞാൻ കഴിക്കുന്നത് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാം. അതനുസരിച്ച് കഴിക്കണം. വെയിറ്റ് കൂടുതലുള്ളവർക്ക് വെയിറ്റ് കുറയ്ക്കാനുള്ള ഒരു ഉപകാരം
കൂടിയായിരിക്കും. ഞാൻ എന്താ ചെയ്യണത്, മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. പക്ഷേ എനിക്ക് എന്തെങ്കിലും ഞാൻ ചെയ്തിട്ട് എനിക്ക് എന്തെങ്കിലും കിട്ടിയാൽ മാത്രമേ ഞാനത് മറ്റുള്ളവരിലേക്ക് പകർത്താറുള്ളൂ. അതായത് എനിക്കിപ്പോൾ 10 ദിവസം കൊണ്ട് എനിക്കൊരു മാറ്റം വന്നു, അത് ഞാൻ നിങ്ങളിലേക്കും കൂടി പകർത്തുകയാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ചെയ്തു നോക്കൂ. ചിലവർക്ക് റിസൾട്ട് കിട്ടും തീർച്ചയാണ്. അപ്പോൾ അത് ചെയ്താൽ ഫലം കിട്ടുമെന്നുള്ള ഉറപ്പാണ്. അപ്പോൾ ഇതിങ്ങനെ ചെയ്യുക. അത് കഴിഞ്ഞിട്ട് വൈകുന്നേരം ആകുമ്പോൾ നമുക്ക് വേണമെങ്കിൽ 1/2 ഗ്ലാസ് ശർക്കരപ്പൊടി, അതായത് ഈ ഇപ്പം ഞാൻ കാണിച്ചിരിക്കുന്ന ഈ ശർക്കര 1/2 ടീസ്പൂൺ ഇട്ടിട്ട് നമുക്ക് പാൽ ചേർത്തോ അല്ലെങ്കിൽ കട്ടൻ ചായയോ ഏത് രൂപത്തിലെങ്കിലും 1/2 ഗ്ലാസ് കുടിക്കുക കേട്ടോ. അതിൻ്റെ കൂടെ വേണമെങ്കിൽ 2 ബിസ്ക്കറ്റൊക്കെ കഴിക്കുക. അല്ലാതെ വേറൊന്നും മധുരമുള്ള വേറെ ഒരു സാധനവും കഴിക്കരുത്. പഞ്ചസാര ഇട്ട് ഒന്നും കഴിക്കരുത്. മധുരം കൂടുതലും അവോയ്ഡ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. മധുരം കഴിക്കുകയും വേണ്ട, എങ്കിൽ വേണം എന്ന് നിർബന്ധമുള്ളവർക്ക് 1/2 ടീസ്പൂൺ ശർക്കര ചേർത്ത് കഴിക്കുക. അല്ലെങ്കിൽ പിന്നെ പനങ്കൽക്കണ്ടം ഉണ്ട്, അത് നമുക്ക് കഫക്കെട്ടൊക്കെ ഉണ്ടെങ്കിൽ മാറുകയും ചെയ്യും. പനങ്കൽക്കണ്ടം പൊടിച്ച് വെച്ചിട്ട് അത് വേണമെങ്കിൽ ശകലം ചേർക്കാം കേട്ടോ. അങ്ങനെ വേണമെങ്കിലും ചേർക്കാം. അത് ചേർത്തിട്ട് നമുക്ക് വേണമെങ്കിൽ 1/2 ഗ്ലാസ് ചായ കുടിക്കുക. വൈകിട്ട് ഇതേപോലത്തെ ഒരു സ്മൂത്തി ഉണ്ടാക്കിയിട്ട് നമ്മൾ കഴിക്കുകയാണെങ്കിൽ, പിന്നെ ഞാൻ ഇതല്ലാതെ വേറെ പല സ്മൂത്തികളും ഞാൻ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഞാൻ ചെയ്യുന്നതെല്ലാം ഞാൻ നിങ്ങൾക്ക് തരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ അതെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം, ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണം. വെയിറ്റ് കുറയും, തീർച്ചയായിട്ടും വെയിറ്റ് കുറയും. എല്ലാവരും ഇത് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇതെല്ലാവരും ഉണ്ടാക്കി. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ.